മഴയൊക്കെ കൊണ്ട് ഏകദേശം 5-6 കിലോമീറ്റർ അടിക്ക് നടന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു കട തപ്പി കിട്ടിയത് തന്നെ. ആകെ നനഞ്ഞു കഴിഞ്ഞാൽ കോഴിയുടെ അവസ്ഥയായി ഞങ്ങൾ രണ്ടുപേരും. കടയിലെത്തി എന്തെങ്കിലും ചൂടുള്ളത് വാങ്ങിച്ചു കഴിക്കാന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് ചൂടായിട്ട് ചായയും പിന്നെ മാഗിയാണ്. എന്തായാലും മാഗി വാങ്ങിച്ചു കഴിക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ തൽക്കാലം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ലിക്വിഡ് മണിയായിട്ട് ആകെ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭാഗത്താണെങ്കിൽ ഫോണിൽ റേഞ്ചും കാട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 ചായ 2 ബിസ്ക്കറ്റിൽ ഞങ്ങൾ കാര്യം ഒതുക്കി. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇടയിൽ വെച്ച് മിസ്സായ ബായിന് ഞങ്ങൾക്ക് ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇവരാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിൽക്കുന്ന ബായാണെങ്കിൽ മേത്തോടെ ഇട്ടോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടാവിന്. മഴ കൊണ്ടിട്ടാണെങ്കിൽ എന്റെ കൈ മരവിച്ച് വരച്ചില്ലാണ്ടായി. മര്യാദയ്ക്ക് നിവർത്താൻ പോലും പറ്റാത്ത അവസ്ഥയായി. അതിന്റെ ഇടയിൽ ഞങ്ങൾ തണുത്ത് വരച്ചേക്കണ കണ്ടിട്ട് ബായാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാഗി കൂടി വാങ്ങിച്ചു. ബായാണെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങോട്ടൊന്നും എടുക്കാത്തെന്ന് പറഞ്ഞിട്ട് അവന് ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ബായൻ എന്തൊക്കെ പറഞ്ഞ അവൻ മനസ്സിലാക്കി ഇപ്പൊ മഴ മാറി കാരണം പടി ഇറങ്ങാൻ നിൽക്കുക. കയറിപ്പോ ഇപ്പൊ കുറച്ച് സ്ഥലത്ത് റെസ്റ്റ് എടുത്തെങ്കിലും ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും റെസ്റ്റ് എടുക്കാണ്ടാണ് ഞങ്ങൾ അടിക്ക് എത്തിയത്. അങ്ങനെ അവസാനം ഞങ്ങൾ ബാഗ് വെച്ച സ്ഥലത്തേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. നനഞ്ഞും ചെളിയ ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പൊ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. കുറച്ചു നേരം അത്യാവശ്യം തണുപ്പായി തുടങ്ങിയ കാരണം തെർമലും ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഇട്ടാവുന്നുള്ള കാരണം കൊണ്ട് ഇനി ടെന്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ അവിടുന്ന് ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് തോളി കയറ്റി ഇപ്പോൾ ടെന്റ് അടിക്കാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോഴാണെങ്കിൽ ഇവിടെ നിന്നും ടെന്റ് അടിക്കാൻ പറ്റില്ല എന്ന് അവരും പറഞ്ഞു. അതിന്റെ ഇടയിലാണ് ഞങ്ങൾ നടന്നു പോകുന്നത് കണ്ടിട്ട് ഒരു ടാക്സിക്കാരൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ചാടിയത്. അവസാനം ആളോട് വരെ ചോദിച്ചിട്ടോ ഇവിടെ എവിടെയെങ്കിലും ടെന്റ് അടിക്കാൻ പറ്റും. ഇവിടെ എന്തായാലും ടെന്റ് അടിക്കാൻ പറ്റില്ല, വേറൊരു സ്ഥലത്ത് ടെന്റ് അടിക്കാനുള്ള സ്ഥലം സെറ്റ് ആക്കിയാന്ന് പറഞ്ഞിട്ട് ആളുടെ ഒപ്പം കയറി പോകും. അതിന്റെ ഇടയിൽ പോണ വഴിക്കാണെങ്കിൽ ഡ്രൈവറിന്റെ ബോസ് വിളിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെയാണ് ഞങ്ങൾക്ക് അടുത്ത ടിസ്റ്റ് കിട്ടിയത്. ആ വിളിച്ചോണ്ടിരിക്കുന്ന ബോസ് നമ്മുടെ ബായുടെ കൂട്ടുകാരനായിരുന്നു. എന്തായാലും ബായ് ഞങ്ങളെ വിട്ടി ഡ്രൈവറിന്റെ ഒപ്പം കൂട്ടുകാരന്റെ അവിടേക്ക് പോകാൻ പോട്ടാ. ഞങ്ങളോടും ചോദിച്ചു വരുന്നുണ്ടോന്ന്. ഇവിടുന്ന് ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട് കൂട്ടുകാരന്റെ അവിടേക്ക്. ബായാണെങ്കിൽ ട്രക്കോട് കൂടെ നാളെ വീട്ടിൽ പോയിരിക്കും. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ അറിഞ്ഞില്ല. അത് മാത്രമല്ല റാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഡോർമെറ്ററി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഇന്നലെ എന്റെ ഷൂ എന്റെ ചാർജറൊക്കെ മറന്നു വെച്ചേക്കാം. നാളെ എന്തായാലും അടുത്ത ബസ്സും പിടിച്ച് ആ സാധനങ്ങളൊക്കെ അവിടെ പോയി ഉണ്ടോ നോക്കണം. ഇത്ര റീസണുള്ളതുകൊണ്ടോ ഞങ്ങൾ ബായുടെ ഒപ്പം പോകാണ്ടിരുന്നത്. എന്തായാലും ഞങ്ങളുടെ ബായും ഡ്രൈവറൊക്കെ കമ്പനി സ്ഥിതിക്ക് നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് സെറ്റ് ആക്കിയാന്നുണ്ട്. അതും പോരാണ്ട് ഇവിടുത്തെ ലോക്കലായ ഒരു ചാട്ടിനും കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുണ്ട്. ആളുടെ വീടാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുടെ നമ്പർ തന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിലും വിളിച്ചോന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ബായാണെങ്കിൽ എന്നേലും ഒരു ദിവസം എന്റെ വീട്ടിൽ വരുന്ന ഭയങ്കര ഇമോഷണലൊക്കെ ആയിട്ട് ആള് പോണു. അങ്ങനെ ബായോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ടെന്റ് അടിക്കാനുള്ള പരിപാടി തുടങ്ങി. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാ ടെന്റ് അടിക്കാൻ പോകും. അങ്ങനെ ടെന്റ് അടിക്കലും കഴിഞ്ഞ് ഇനി വല്ലതും തിന്നാണ്ടാക്കണം. നല്ല വിശപ്പുള്ള കാരണം മാഗി തന്നെ ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും ഇത് നിന്ന് ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. ബാക്കി ഇപ്പൊ എന്തായാലും നാളെ കാണാം. അപ്പൊ ഓക്കെ ബൈ.